വാൽപ്പാറയുടെ തനത് സൗന്ദര്യമായിട്ടുള്ള തേയിലത്തോട്ടവും അതുപോലെ തന്നെ ഈ കാടും ഇടകലർന്ന് നിൽക്കുന്ന ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും ഇതാണ്ട് അവിടെയായിട്ട് ഒരു ചെറിയ കുളവും അതുപോലെ തന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ ആന, കാട്ടുപോത്ത്, മ്ലാവ്, മാന്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും രാത്രിയാകുമ്പോഴത്തേക്ക് കയറി വരുന്ന ഒരു അടിപൊളി സ്റ്റേ. അതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഈ ജംഗിൾ സ്റ്റേ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ റൂമാണ്. ഇത് കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബെഡുണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്, പിന്നെ ഇതൊരു റൂമാണ്. ഇവിടെയും അത്യാവശ്യം 3 പേർക്ക് കിടക്കാവുന്ന വലിയൊരു ബെഡുണ്ട്, പിന്നെ ടി വി ഉണ്ട്, ഫാനുണ്ട്, ബാത്റൂം വന്നിട്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു ബാത്റൂം കണ്ടില്ലേ. ഈ ഒരു കാടിനകത്ത് അത്യാവശ്യം സെറ്റപ്പായിട്ടുള്ള ഒരു സ്റ്റേ അതാണ്. അതുപോലെ തന്നെ ഇവർ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാത്രി ഡിന്നറിന് ചപ്പാത്തി, ചിക്കൻ കറി, അതുപോലെ തന്നെ ചോറ്, പരിപ്പ് കറി. രാവിലെ നമുക്ക് ദോശ, ഇഡലി, ചമ്മന്തി, സാമ്പാർ. അപ്പോൾ ഇതാണ് ഇവർ നമുക്ക് രാവിലെയും വൈകിട്ടുമായിട്ട് തരുന്ന ഫുഡ്. അതായത് ഒരു പെർ ഹെഡിന് 2000 രൂപ വെച്ചാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂം സെറ്റപ്പ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുരങ്ങുമുടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുരങ്ങുമുടി ജംഗ്ഷനിൽ വരിക, അത് കഴിഞ്ഞിട്ട് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരവിടെ വരും. അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഓഫ് റോഡ്, അതായത് ഈ വരുന്ന റോഡാണ്, ഈ എസ്റ്റേറ്റിനകത്തൊക്കെ കിടക്കുന്ന ഈ റോഡ്. അപ്പം ഇതൊരു ഓഫ് റോഡാണ്, വലിയൊരു മല കയറിയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇത് കയറി നേരെ ഇവിടെ വരും. അപ്പോൾ അത് അവരുടെ വണ്ടിയിലാണ്. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം പെർ ഹെഡ് 2000 രൂപ വെച്ചാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, കാരണം ഇതുപോലൊരു സെറ്റപ്പിൽ എന്തായാലും ഈ റൂമും കാര്യങ്ങളും ഒന്നും വലിയ സെറ്റപ്പല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ആംബിയൻസ്, ഇതൊരു ഭയങ്കര സെറ്റപ്പാണ്. നോക്കി അവിടെ കാടാണ്, അവിടുന്ന് മഞ്ഞിങ്ങനെ കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മൃഗങ്ങളെ കാണാൻ പറ്റും. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് രാത്രി ഉറപ്പായിട്ടും മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ ആന വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തെല്ലാം ചക്ക കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് രാത്രി ആനയെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പിന്നെ കാട് ഏരിയയാണ്, ആനിമൽസിലെ കാണുന്നത് ഭാഗ്യവും ലക്കും ഒക്കെ ആണല്ലോ. അതുപോലെ